കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവെക്കാൻ ദൈവം എനിക്ക് തരുന്ന അവസരം പ്രാർത്ഥനയോടെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിനീതമായ വന്ദനങ്ങളും അറിയിക്കുന്നു. നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന മഹാദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് പരിചിതമായിരിക്കുന്നൊരു വേദഭാഗത്ത് നിന്ന് ഒരു വാക്യം വായിച്ച് അതിനകത്തെ ഒരു ആത്മീക ആശയം പരിശുദ്ധാത്മ നിയോഗത്തോടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 22-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. ഒന്നോടെ ആവർത്തിക്കാം. അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. ചന്ദ്രരോഗം അഥവാ അപസ്മാര രോഗം പിടിപെട്ട ഒരു മകനുമായി കർത്താവിൻ്റെ അടുക്കൽ ഒരു വിടുതൽ പ്രതീക്ഷിച്ചു വന്നൊരപ്പൻ തൻ്റെ യൗവനക്കാരനായിരിക്കുന്ന മകനെക്കുറിച്ച് യേശുക്രിസ്തുവിനോട് പറഞ്ഞ വാക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ഇന്നത്തെ നമുക്കുള്ള ആലോചനയായി പരിശുദ്ധാത്മ നിയോഗത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഈ അവസ്ഥ അഥവാ ചന്ദ്രരോഗം എന്ന് പറയുന്നത് നമ്മുടെ പിടിയിൽ ഒതുങ്ങുന്നതല്ല. കാരണം ആ രോഗത്തിൻ്റെ പ്രത്യേകത പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല, മൈൻഡ് ഔട്ടാകുകയാണ്. ഈ വേദപുസ്തക ഭാഷയിൽ അത് ഒരുപക്ഷെ മെഡിക്കൽ സയൻസിൻ്റെ നിഗമനത്തിനകത്ത് നമ്മൾ ഈ പറയുന്നത് അവർ അംഗീകരിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കർത്താവ് പഠിപ്പിച്ചതും വേദപുസ്തകം പ്രതിപാദിക്കുന്നതുമായ സത്യങ്ങളുടെ വെളിച്ചത്തിൽ ഇതിൻ്റെ പുറകിലൊരു ദുരാത്മാവുണ്ട്, ഒരു അശുദ്ധാത്മാവുണ്ട്. ആ അശുദ്ധാത്മാവ് ഈ മനുഷ്യനെ, ഈ വ്യക്തിത്വത്തെ, ഈ മകനെ ആക്രമിക്കുകയാണ് അപ്രതീക്ഷിതമായ സമയം. അപ്പോൾ സംഭവിക്കുന്നത് അപസ്മാര രോഗത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും അറിവുള്ള ആളുകൾക്ക്, ഫിക്സ് ആ രോഗമുള്ളവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും, കുഞ്ഞുങ്ങൾക്കോ പ്രിയപ്പെട്ടവർക്കോ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ വചനം കേട്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കേട്ടിട്ട് ഇത് കൊള്ളാമായിരുന്നു എന്ന് പറയുകയല്ല. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഈ വക ചീത്ത രോഗങ്ങളുടെ മേൽ അധികാരമുള്ളവനാണ്, മരുന്നില്ലാതെ സൗഖ്യമാക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഈ രോഗത്തിന്, ഫിക്സ് എന്ന ഈ ചീത്ത രോഗം മനുഷ്യത്വത്തെ ഖനിക്കുന്ന, അപ്രതീക്ഷിതമായി നമ്മളെ ആക്രമിക്കുന്ന, നമ്മുടെ ഭാവിയെപ്പോലും ബാധിക്കുന്ന, ചിലപ്പോൾ വിവാഹം പോലും നടക്കാത്ത ആളുകൾ കണ്ടേക്കാം, കുഞ്ഞുങ്ങളൊക്കെ കണ്ടേക്കാം ഇങ്ങനൊരു പ്രയാസം ഉള്ളതുകൊണ്ട്. പക്ഷെ ഞാൻ ഇന്നൊരു ആത്മനിയോഗത്തോടുകൂടെ ഈ ദൂതിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് പറയുന്നു, ഞാൻ പ്രസംഗിക്കുന്നത് ഒരു മരുന്ന് കച്ചവടക്കാരനെക്കുറിച്ചല്ല. മനുഷ്യ ജീവിതത്തിൽ അധികാരമുള്ള യേശു ഈ വക പ്രയാസങ്ങളാൽ ഈ ഭൂമിയുടെ പരപ്പിൽ ആക്രമിക്കപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, അവരുടെ കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം മരുന്നിനേക്കാൾ ഫലിച്ചവർക്കൊരു വിടുതലാകണം. അത് സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഒരു വട്ടം കേട്ടിട്ട് നിങ്ങൾക്കൊരു വിശ്വാസം വരുന്നില്ലെങ്കിൽ ഒന്നോടെ കേട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ അടുക്കൽ അങ്ങനെ കഷ്ടം അനുഭവിക്കുന്ന ഈ രോഗമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അടുത്തിരുത്തി കേൾപ്പിച്ച് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് യേശു നിമിത്തം ഒരു വിടുതൽ ഉളവാക്കണം. അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. ഇവിടെ പറഞ്ഞു വരുന്ന ദൂത് അല്ലെങ്കിൽ ഇന്നത്തെ പ്രസക്തമായ ഭാഗം ഇതാണ്. ഈ അപസ്മാര രോഗം ആക്രമിക്കുകയാണ്, ദുരാത്മാവ് വന്ന് ആക്രമിക്കുകയാണ്. നമ്മുടെ ബോധം കെട്ടുപോകും, നമ്മുടെ പരിസരം മറന്നു പോകും, എവിടെ നിൽക്കുന്നതെന്ന് മറന്നു പോകും. ചിലപ്പോൾ ഉരുണ്ട് വീഴും, പല്ല് കടിക്കും, ഞൊരയ്ക്കും, പതയ്ക്കും, കയ്യും കാട്ടടിക്കും, മരിച്ചവനെ പോലെയാകും. അതൊക്കെയാണത് ഈ ഭാഗത്ത് ലക്ഷണമായിട്ട് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഈ അപ്പം വന്ന് ഈ കർത്താവിനോട് ഈ മകനെക്കുറിച്ച് പറയുകയാണ്, അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. പലപ്പോഴും എന്നൊരു വാക്ക് കണ്ടോ? ഒന്നല്ല, രണ്ടല്ല, അനവധി പ്രാവശ്യം എൻ്റെ കുഞ്ഞ് പ്രായമായതിന് ശേഷം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഇവനെ പലപ്പോഴും ഒട്ടനവധി പ്രാവശ്യം എന്ത് ചെയ്യും? നശിപ്പിക്കേണ്ടതിന്. അപ്പോൾ ഈ ദുഷ്ടശക്തി, ഈ രോഗം ഇവനെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇവനെ വിഷമിപ്പിക്കാനല്ല, ഇവനെ സങ്കടപ്പെടുത്താനല്ല, ഇവനെ ശിക്ഷിക്കാനല്ല, ഇവനെ വേദനിപ്പിക്കാനല്ല, ഇവനെ നശിപ്പിക്കാനാണ്. ഈ രോഗം എൻ്റെ പ്രിയപ്പെട്ടവരെ നശിപ്പിക്കാനാണ്. അതുകൊണ്ട് ഈ രോഗത്തിനകത്ത് അല്ലെങ്കിൽ ഈ രോഗാവസ്ഥയിൽ ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ ഉദ്ദേശം നശിപ്പിക്കുക,
പലപ്പോഴും നശിപ്പിക്കാൻ നോക്കി. ഞാനതിനെ ആ പറഞ്ഞിരിക്കുന്ന വാക്കിൽ നിന്ന് നമുക്കുള്ള ദൂതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാം. പലപ്പോഴും നശിപ്പിക്കാൻ വേണ്ടി നോക്കി. എല്ലാവരും, ഒരുപക്ഷെ ഇത് കേൾക്കുന്ന എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും അപസ്മാര രോഗികളല്ലായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിൻ്റെ ജീവിതത്തിൽ നിന്നെ നശിപ്പിക്കാൻ പലപ്പോഴും പാപത്തിലേക്ക്, രോഗത്തിലേക്ക്, അബദ്ധത്തിലേക്ക്, ചതിയിലേക്ക്, സാമ്പത്തിക നഷ്ടത്തിലേക്ക്, ചില നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചില രഹസ്യ ബന്ധങ്ങളിലേക്ക് ഒക്കെ നമ്മളീ പലരെയും, നിങ്ങളെ ഒക്കെ തള്ളി വീഴ്ചിട്ടുണ്ടായിരിക്കാം. നശിപ്പിക്കാൻ, കൃപയിൽ നിന്ന് കളയാൻ, നിത്യത നഷ്ടപ്പെടുത്താൻ, കുടുംബം തകർത്ത് കളയാൻ, തലമുറ അപമാനിക്കപ്പെടാൻ, ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ തള്ളിയിട്ടിട്ടുണ്ടായിരിക്കാം. നമ്മൾ അതിനകത്ത് ഏത് വിധത്തിലാണ് ഉൾക്കൊള്ളുന്നതെന്ന് എനിക്കറിയില്ല. നീ തകരാതിരിപ്പാൻ, നീ നശിക്കാതിരിപ്പാൻ ദൈവം ഇന്ന് ദൂത് പറയുക. നശിപ്പിക്കാൻ വേണ്ടി തള്ളിയിട്ട ഈ ശക്തി ഒന്നിലധികം പ്രാവശ്യം തള്ളിയിട്ടു എന്നാണ് ഇവിടെ വന്ന് പറയുന്നത്. തീയിലേക്കും വെള്ളത്തിലേക്കും, ഇത്ര വലിയ വിപത്തിലേക്ക്, ഇത്ര വലിയ വിഷയത്തിലേക്ക്, പെരുവെള്ളത്തിലേക്ക് തള്ളിയിട്ടാൽ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. തീക്കകത്തേക്ക് തള്ളിയിട്ടാൽ തിരിച്ച് കയറിപ്പോരാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇന്നത്തെ ദൂതിൻ്റെ പ്രസക്തമായ ഭാഗം എന്നാണെന്നറിയാമോ? തള്ളിയിട്ടിട്ടും തകരാത്തവർ. എത്രയോ പ്രാവശ്യം ചില വിഷയത്തിലേക്ക് തള്ളിയിട്ടും ഇല്ലേ? ഓർത്തു നോക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? കടം എത്ര ലക്ഷം രൂപ നിങ്ങൾ തന്നെ കൊടുത്തു, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, പല പ്രാവശ്യം തള്ളിയിട്ടു. ആത്മഹത്യക്ക് ഒന്നിലധികം പ്രാവശ്യം ഒരുങ്ങി. ഒരേ രോഗം തന്നെ പല പ്രാവശ്യം വന്നു. ഒരുപോലത്തെ വിഷയം പല ഘട്ടങ്ങളിൽ നേരിട്ടു. ഈ പലവരാൽ പല ഘട്ടങ്ങളിൽ ചതിക്കപ്പെട്ടു. ചിലർ വന്നു, ആദ്യം നമുക്ക് അബദ്ധം, പിന്നെയും വന്നു. ഇങ്ങനെ വശീകരിച്ചും വക്രിച്ചും ചതിച്ചും നശിപ്പിക്കാൻ വേണ്ടി പടുകുടിയിലേക്ക് തള്ളിയിടുന്നത് പോലെ പലവട്ടം തള്ളിയിട്ടിട്ടും ഇന്നും നിങ്ങൾ ജീവനോടെ ശേഷിക്കുന്നുണ്ടെങ്കിൽ, ഇന്നും നിങ്ങൾ ഈ ഭൂമിയുടെ മുഖത്ത് വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു ദൂത് പറയാം. അന്ധകാരശക്തികൾ നശിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും തള്ളിയിട്ടിട്ടും ആ തള്ളിയിടലിനെയൊക്കെ അതിജീവിച്ചത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു നിർണയമുള്ളത് കൊണ്ടാണ്. നശിക്കാൻ അനുവദിക്കാത്ത ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ നിർണയം ഉള്ളത് കൊണ്ടാണ് ഈ തള്ളിയിടലൊക്കെ നടന്നിട്ടും തകർക്കപ്പെടാതിരുന്നത്. അതിന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരുപാട് പ്രാവശ്യം ഒത്തിരി വിഷയങ്ങളിൽ അകപ്പെട്ടു. കേസ് തന്നെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇപ്പോൾ എത്ര കേസ് കോടതി കിടക്കുന്നുണ്ട്, എത്ര കേസ് കോടതി കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോ തള്ളിയിടല. എന്നിട്ടും പിടിച്ചു നിൽക്കുന്നില്ലേ? ശരീരം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു ആസ്പത്രി കൊണ്ട് ഏൽപ്പിച്ചാൽ എത്ര തരം രോഗങ്ങൾ ഇന്ന് ആ ശരീരത്തിലുണ്ട്, എത്ര അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി പറ്റിയ ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ടും എന്തിനാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം ശേഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനൊരു മറുപടി പറയുക. ഒരു ദൈവനിർണയം നിങ്ങളിൽ നിറവേറാനുണ്ട്. ഇല്ലെങ്കിൽ ആദ്യത്തെ തള്ളിയിടലിൽ തന്നെ തട്ടിപ്പോയേനെ, ആദ്യത്തെ തള്ളിയിടലിൽ തന്നെ നിങ്ങൾ തീർന്നേനെ. ഇന്ന് ഓർമ്മ പോലും ഭൂമിയുടെ മുഖത്തുനിന്ന് പോയേനെ. പക്ഷെ തള്ളിയിട്ടിട്ടും തകർക്കപ്പെടാതിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തോ നിങ്ങളിൽ ദൈവത്തിന് ചെയ്യാനുണ്ട്. വിവാഹം കഴിച്ചു, അതിനെ സപ്പോർട്ട് ചെയ്യല്ല. അത് പ്രതീക്ഷിക്കാതെ ഒരു തള്ളിയിടലായിപ്പോയി, ചതിയായിപ്പോയി. അതൊരു കണക്കിന് പ്രാർത്ഥിച്ച തലേന്ന് ഒഴിഞ്ഞോ ഇല്ലയോ അത് ഞാൻ പറയുന്നത് ഒരു സാഹചര്യമാണ് പറയുന്നത്. പിന്നെയും ഒറ്റയ്ക്ക് നിൽക്കുന്ന എങ്ങനെ ചോദിച്ചുകൊണ്ട് പിന്നെയും പോയി നമ്മളൊരു ജീവിതത്തിലേക്ക് കയറി. അത് രണ്ടാമത്തെ തള്ളിയിടലായി. ഇപ്പോൾ സാധാരണ ആൾക്കാർ പറയും, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, പറയാനും വയ്യ, കളയാനും വയ്യ. ഇപ്പം തള്ളിയിടലിൻ്റെ പരമ്പരകൾ ജീവിതത്തിനകത്ത് ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുന്ന ചിലരെ ഞാൻ ആത്മക്കണ്ണുകൊണ്ട് കണ്ടോണ്ടാണ് ഇത് പറയുന്നത്. ഒരു പ്രാവശ്യം ഒരു ബിസിനസ് നടത്തി, അതിനകത്ത് കാശ് നഷ്ടം വന്നു. പിന്നെയും ജീവിക്കണ്ടെന്ന് ഓർത്തുകൊണ്ട് അടുത്തത് പോയി ഒന്നുകൂടെ ചെയ്തു. അത് അതിനേക്കാൾ കുഴിയിലായിപ്പോയി. 1, 2, 3, 4 എന്നിങ്ങനെ തള്ളിയിടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ആദ്യം വിദേശത്ത് പോകാൻ വേണ്ടി ഒരു അല്പം പൈസ കൊടുത്തു, 10-20,000 രൂപ. അതവൻ പറ്റിച്ചുകൊണ്ട് പോയി. പിന്നെ ഒരു ചാൻസ് വന്നു, രണ്ടാമത് കൊടുത്തു. ഇപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നുമില്ല,
എവിടാന്നറിയില്ല, മിണ്ടാൻ പറ്റുന്നില്ല, രണ്ടാമതും തള്ളിയിട്ടു. ഇങ്ങനെ പലപ്പോഴും തള്ളിയിടപ്പെടുന്ന അവസ്ഥയ്ക്കകത്ത് കിടക്കുന്നവരുണ്ടോ? അപ്പോഴൊക്കെ ലോകക്കാരും വീട്ടുകാരും പറഞ്ഞേക്കാം, നീ പഠിക്കൂലടാ, നീ എത്രയുണ്ടെങ്കിലും പഠിക്കൂല, ഇത് എത്രാമത്തെ പ്രാവശ്യം എന്ന് ചോദിച്ച് പലരും ചാട്ടവാറെടുക്കുമ്പോൾ, പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടെന്നും പറഞ്ഞൊരപ്പം വന്നപ്പോൾ അവരെ ഇനി മേലിൽ തള്ളിയിടാതിരിക്കാൻ ആ തള്ളിയിടുന്ന ശക്തിയെ ഇല്ലാതാക്കി ഈ മോനെ സ്വതന്ത്രനാക്കി അപ്പൻ്റെ കൊടുത്തൊരു കർത്താവാണ് ഈ വാക്യത്തിൽ കാണുന്നത്. അതുകൊണ്ട് തള്ളിയിട്ടിട്ടും ഇന്ന് വരെ തകരാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതായി ഈ ദൂത്. ആദ്യത്തെ തള്ളിയിടലിൽ തന്നെ തകർന്നു പോയവർ ഈ ലോകത്തിലുണ്ട്. പക്ഷേ ശേഷിക്കുന്നെങ്കിൽ നിങ്ങളിലൊരു നിർണയം നിറവേറാനുണ്ട്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആദ്യമേ തന്നെ ആർക്കെങ്കിലും ഫിക്സ്, അപസ്മാര രോഗം എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും, ഈ കേൾക്കുന്ന കുടുംബങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു പനി വന്നതാണ്, പിന്നെ ഇത് തുടർമാനമായി വരുന്നു. അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അതിന് വിടുതലാകട്ടെ. അപ്പോൾ ആത്മീകമായി ഒന്നിനു പുറകെ ഒന്നായി തള്ളിയിടപ്പെടുന്നത് പോലെ എന്ത് ചെയ്താലും കുഴിയിൽ വീണുന്ന ചിലർ, ഉപകാരം ചെയ്യാൻ പോയാലും തള്ളിയിടപ്പെടുന്ന ചിലർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിനെ ദൈവം ശാസിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.